ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്ത്. നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് 8 റൺസിന് തോറ്റു. 325 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 317 ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, അട്ടിമറിക്ക് പേര് കേട്ടവരാണ് അഫ്ഗാനിസ്ഥാൻ. ഇത്തവണ ഇരയായത് ഇംഗ്ലണ്ടാണ് അല്ലേ? വരദ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പിലാകട്ടെ, അതിനുശേഷം കഴിഞ്ഞ 2020 ലോകകപ്പിലാകട്ടെ വമ്പൻ ടീമുകളെയൊക്കെ അട്ടിമറിച്ച ഒരു ചരിത്രം അത് ഇവിടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും അഫ്ഗാനിസ്ഥാൻ തുടരുകയാണ്. ഇംഗ്ലണ്ടിനോട് മത്സരിക്കുമ്പോൾ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാന് 3 വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമായപ്പോൾ ഇബ്രാഹിം സദ്രാൻ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ പടുത്തുയർത്തിക്കൊണ്ട് 300 മുകളിലേക്ക് ഒരു സ്കോറിലേക്ക് 325 അഫ്ഗാനിസ്ഥാനെ ഉയർത്തുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നാലെ ഇംഗ്ലണ്ട് ബാറ്റെടുത്തപ്പോഴും ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയായത്, തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് ഇടവേളകളിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ജോ റൂട്ട് കഴിഞ്ഞ സമീപകാലത്തൊക്കെ ജോ റൂട്ടിന്റെ ഒരു സെഞ്ചുറി ഇല്ലാത്തതൊരു വലിയ തിരിച്ചടിയായി എല്ലാ കാലത്തും വിലയിരുത്തുന്നതാണ്. പക്ഷേ ഇത്തവണ ജോ റൂട്ട് സെഞ്ചുറിയോടെ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കും എന്ന് കരുതി. പക്ഷേ അവിടെ വലിയ തിരിച്ചടി ഇംഗ്ലണ്ടിനുണ്ടായി. ഏറ്റവും ഒടുവിൽ ജോ റൂട്ട് പുറത്തായപ്പോഴാണ് മത്സരം ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് പോയത്. അവസാനം 2 പന്തിൽ 9 റൺസ് വേണ്ട സാഹചര്യത്തിൽ വീണ്ടും ഇംഗ്ലണ്ടിന് വിക്കറ്റ് നഷ്ടമാകുന്നു. അവസാന വിക്കറ്റ് നഷ്ടമായി 317 ഇംഗ്ലണ്ട് ഔട്ടായി. കഴിഞ്ഞ മത്സരത്തിലും തോറ്റ ഇംഗ്ലണ്ട് ഇതോടെ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും 3 പോയിന്റും അഫ്ഗാനിസ്ഥാന് 2 പോയിന്റുമാണ്. ഇനി ഒരേ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന മത്സരം ഗ്രൂപ്പ് ബിയിൽ വളരെ നിർണായകവുമാണ്. വരുന്നത്. ശരി, രുജീഷ് രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.